നിരന്തരം പിഴയടപ്പിച്ച് തകർക്കാനാണ് ഗതാഗത വകുപ്പിന്റെ ശ്രമമെന്ന് റോബിൻ ബസിന്റെ ഉടമ ബേബി ഗിരീഷ് ആരോപിച്ചു. രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ പൊതുജനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ വരെ പതിയിരുന്ന് പിഴയടയ്ക്കാനാണ് വകുപ്പ് ശ്രമിക്കുന്നതെന്നും ബേബി ഗിരീഷ് പറഞ്ഞു. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ശ്രേഷ്ഠകർമ്മ പുരസ്കാരം സ്വീകരിക്കവെയാണ് ബേബി ഗിരീഷ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1 മണിയായപ്പോൾ മുതൽ ഫോൺ കോളും ബഹളവും തുടങ്ങിയത് ഏകദേശം 4:45 വരെ ഇത് തന്നെയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് വളരെ പതുങ്ങിയിരുന്ന് കാടിൻ്റെ പൊന്തമ്പുഴ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വണ്ടി പിടിച്ചെടുക്കാൻ നോക്കുകയും ഒത്തിരി പോരാട്ടം നടത്തേണ്ടിയും പിന്നെയും അങ്ങനെയാണ് ഇന്ന് സർവീസ് നടത്താൻ തന്നെ സാധിച്ചത്. അവർ നടത്താതിരിക്കാൻ വേണ്ടി പരമാവധി നോക്കിയതാണ്. എന്തായാലും അത് ഏതറ്റം വരെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പായി. അതിനി അവരെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. ഇന്നലെ വൈകുന്നേരം രാത്രിയുടെ മറവിൽ, ഞാൻ അതാ പറഞ്ഞത്, രാത്രിയുടെ മറവിൽ പത്തനംതിട്ട വനത്തിൻ്റെ ഭാഗത്ത് വെച്ച് 4 വണ്ടി പോലീസും ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ വണ്ടി, അവർ കഴിഞ്ഞ ആഴ്ച പിടിച്ച് ചെക്ക് റിപ്പോർട്ടിൻ്റെ ഫൈൻ അടയ്ക്കണം. പിന്നെ ഇന്നത്തെ എന്തോ ചെയ്താലും 7,500 രൂപ അതിൻ്റെ മിനിമം ഫീസാണെന്നാണ് അവർ പറയുന്നത്. അതടച്ചു. ഇന്നലെ 15,000 രൂപ അടച്ചു രാത്രിയിൽ. എന്നാൽ അത് പിന്നെ കോടതിയിൽ എനിക്ക് ചലഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ കണ്ടിരിക്കുന്ന ഇതാണ്, ഡെയിലി ഒരു 15,000 രൂപ വെച്ച് മേടിക്കുക. അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഞാനത് നിർത്തും. കോടതിയിൽ നിന്ന് മേടിച്ച് ഇത് 15,000 രൂപ ഇവിടെ അടച്ചു. അത് കഴിഞ്ഞ് കോടതിയിൽ പോയി ഉത്തരവ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു ട്രഷറിയിൽ നിന്ന് ആ പൈസ മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിപ്പേദം പറയാതിരിക്കുകയാണല്ലോ. പൊന്തമ്പുഴ വനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റം, വനത്തിൻ്റെ സൈഡിലാണ്. അവിടെ സാധാരണക്കാരുടെ ഒരു ഇതില്ല, ജനങ്ങളിൽ എത്തിച്ചേരുകയില്ല. മാത്രമല്ല രാത്രി 1 മണിയുടെ മറവിലാണ്, 1 മണി ആയപ്പോഴാണ് സംഭവം. തീർച്ചയായിട്ടും പകല് പോലും ആളുമില്ല. പമ്പയിലേക്കുള്ള സർവീസ് ഇപ്പോൾ ഞാനിവിടെ പറയുക, അടുത്ത സർവീസ് ഇതൊരു 10 ദിവസം ഇവന്മാരെ ശല്യമില്ലാതെ ഓടട്ടെ എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അത് ഓടിയാൽ 11-ാം ദിവസം പമ്പയ്ക്ക് സർവീസ് തുടങ്ങിയിരിക്കും. വണ്ടിയെല്ലാം റെഡിയായി കിടക്കുന്നതാണ്. പാലായിൽ ഗാന്ധി സ്ക്വയറിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം ബേബി ഗിരീഷ് ഏറ്റുവാങ്ങിയത്. അവകാശ സമരങ്ങളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കുകയും പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഗാന്ധിയൻ മാർഗത്തിൽ മാതൃകാപരമായി നടത്തുന്ന പോരാട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് പറഞ്ഞു. നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തെന്നാൽ, നമ്മൾ ഗാന്ധിയൻ മോഡലിൽ അക്രമത്തിൻ്റെ പാത സ്വീകരിക്കാതെ അനീതിക്കെതിരെ ഒരു നിയമവശങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഗിരീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടപടി തികച്ചും മാതൃകാപരമാണ്. കാരണം നമുക്കറിയാം, MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭ കുത്തിപ്പൊളിച്ചുകൊണ്ട് സമരം ചെയ്ത് ഒരു കാര്യവുമില്ലാതെ പൊതുമുതൽ നശിപ്പിച്ചുള്ള സമരങ്ങളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, ഇദ്ദേഹം കൊണ്ട് നമ്മളിന്ന് അടിമാലിയിലെ മറിയക്കുട്ടി ചേച്ചി, അമ്മ തുടങ്ങിയ ആളുകൾക്കും നമ്മൾ ഇതേ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ശ്രേഷ്ഠ കർമ്മ, ഇവരുടെ കർമ്മം ആണ് നമ്മൾ മാനിക്കുന്നത്. ഇത് മാനിച്ചുകൊണ്ട് ആദരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ശ്രേഷ്ഠകർമ്മ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സാംജി പഴയപ്പറമ്പിൽ, പാലാ മുനിസിപ്പൽ കൗൺസിലർ സിജി ടോണി, ചലച്ചിത്രതാരം ബിന്ദു ഐസക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.